മഹാമാരിക്ക് ശേഷം ലോകവ്യാപകമായി നടപ്പിലാക്കിയ പ്രതിരോധ കുത്തിവെപ്പിലെ പോരായ്മകൾ നികത്താൻ പുതിയ വഴികൾ തേടുകയാണ് കെനിയയിലെ തുർക്കാന കൗണ്ടിയിലെ ആരോഗ്യ പ്രവർത്തകർ. അവിടെയാണ് ഒരു കൂട്ടം സ്ത്രീകളുടെ പാട്ട് വാക്കുകളേക്കാൾ ശക്തമായ സന്ദേശമായി മാറിയത്. തുർക്കാനയിലെ ലോഡ്വാർ പട്ടണത്തിൽ വിമൻ ഫോർ പീസ് എന്നറിയപ്പെടുന്ന വനിതാ ഗായിക സംഘത്തിന് കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തെ ഒരു ഗാനം കൊണ്ട് നിശബ്ദരാക്കാൻ സാധിക്കുകയാണ്. അവർ പാടുന്നത് ഒരു സാധാരണ ഗാനമല്ല, മറിച്ച് പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുള്ള സന്ദേശങ്ങളായിരുന്നു അവർ അവരുടെ പാട്ടിലൂടെ പറഞ്ഞത്. അവർ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഞങ്ങൾ മീസിൽസ് ആൻഡ് റുബെല്ല വാക്സിൻ ആരംഭിക്കുന്നു. 9 മുതൽ 54 മാസം വരെ പ്രായമുള്ള കുട്ടികളെ സംരക്ഷിക്കാം. ടൈഫോയിഡ് വാക്സിൻ ഉപയോഗിക്കുന്നതിലൂടെ 9 മാസം മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ജീവൻ രക്ഷിക്കാം. അച്ഛനും അമ്മയും എല്ലാവരും ഓരോ കുട്ടിയും വാക്സിൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കൂ. ഇവർ പാടാൻ തുടങ്ങിയപ്പോൾ ഏവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ഗാനം സദസ്സിലുള്ള ഏവരെയും സ്പർശിക്കുകയാണ്. ലൗച്ചറിയ ആൽബർട്ട് രചിച്ച ഗാനം കെനിയയിൽ ഒരു വലിയ വിപ്ലവത്തിന് വഴിമരുന്നിടുകയാണ്. 2018 വിരമിച്ച അധ്യാപകനായ ലൗച്ചറിയയുടെ നേതൃത്വത്തിൽ 45 അംഗങ്ങളുള്ള പ്രായമായ സ്ത്രീകളുടെ ഒരു സംഘമാണ് ഈ ഗാനം ആലപിക്കുന്നത്. രാജ്യത്തെ ആരോഗ്യ വകുപ്പ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം കൊണ്ടാണ് ലൗച്ചറിയ ഈ ഗാനം രചിച്ചത്. വെറും ഒരു ദിവസത്തെ പരിശീലനത്തിന് ശേഷം റെക്കോർഡിംഗ് പൂർത്തിയാക്കി. 2 ദിവസത്തിന് ശേഷം 2025 ജൂലൈ 4 ആരംഭിച്ച 10 ദിവസത്തെ ക്യാമ്പയിനിൽ ആരംഭിച്ചപ്പോഴേക്കും അവർ പ്രകടനത്തിന് തയ്യാറായി കഴിഞ്ഞിരുന്നു. സന്ദേശങ്ങൾ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിൽ പതിയുമെന്ന് ഈ ഗായക സംഘം തെളിയിക്കുകയാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം കെനിയയിലെ തുർക്കാനയിൽ പൂർണ്ണമായ പ്രതിരോധ ശേഷി നിരക്ക് ഏകദേശം 60% മാത്രമാണ്. ദേശീയ ശരാശരിയായ 80%-ത്തേക്കാൾ വളരെ കുറവാണിത്. പ്രത്യേകിച്ച് മീസിൽസ് ആൻഡ് റൂബെല്ലയുടെ 2ാമത്തെ ഡോസിലും HPV വാക്സിനും വലിയ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഗീതം എളുപ്പത്തിലുള്ള ആശയവിനിമയ മാർഗമാണ് എന്നിവർ തെളിയിക്കുകയാണ്. തുർക്കാന സമൂഹത്തിന് സംഗീതം അവരുടെ പരമ്പരാഗത ഭാഷയാണ്. പ്രദേശത്തെ കുട്ടികളിൽ 11.4% പേരും ഒരിക്കൽ പോലും വാക്സിൻ ലഭിക്കാത്തവരാണ്. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നത്, വാക്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ആരോഗ്യ പരിചരണം തേടാനുള്ള മടി എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. തുർക്കാനയിൽ വിവാഹങ്ങളിലും ശവസംസ്കാരങ്ങളിലും എല്ലാ പൊതുപരിപാടികളിലും സംഗീതം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംഗീതം തന്നെ മാർഗമായി ലൗച്ചറിയ സ്വീകരിച്ചത്. ഈ പാട്ട് അവതരിപ്പിച്ചതിനു ശേഷം ആളുകൾ തങ്ങളെ തിരിച്ചറിയുന്നതായും ഇങ്ങനെയൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഈ ഗായിക സംഘത്തിലെ മറ്റ് അംഗങ്ങൾ കരുതുന്നു. ഈ വിജയത്തിനു ശേഷം കെനിയയിലെ വിവിധ സംഘടനകൾ ലൗച്ചറിയെ സമീപിച്ച് മറ്റ് ആരോഗ്യ വിഷയങ്ങളിൽ ഗാനങ്ങൾ ഒരുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്വാഹിലി ഭാഷയിലെ പാട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും വിമൻ ഫോർ പീസ് എന്ന ഗായിക സംഘത്തിൽ ഇനി അംഗങ്ങളെ ചേർക്കില്ല. 45 സ്ത്രീകൾ, 45 ശബ്ദങ്ങൾ, ഇവ കൊണ്ട് തന്നെ തങ്ങൾ പൂർണ്ണതയിൽ എത്തുകയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ഈ ഒരു ഗാനത്തിലൂടെ വാക്സിനേഷന്റെ ഗുണവും അതിന്റെ ആവശ്യകതയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ സംഗീതം വിനോദമല്ല, മറിച്ച് ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു വഴിയായി മാറിയിരിക്കുകയാണ്.